ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാനിന്ന് ഈ ബീഫ് കറി, ഒരു എളുപ്പത്തിലൊരു ബീഫ് കറി എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ അതിനുള്ള സാധനങ്ങളാണ്: ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, മല്ലിയില, 2 തക്കാളി എടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളിയാണ് കേട്ടോ ഞാൻ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളത്. ഒരു സവാളയും കൂടെ എടുത്തിട്ടുണ്ട്. അടുത്ത് നമ്മുടെ കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് കുരുമുളക് പൊടി, ഇത് മൂന്നും ഇട്ട് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വയ്ക്കാം. നമുക്കിതൊന്ന് 10 വിസിൽ കേൾക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് ആ ബീഫ് വേവുന്നതിനിടയ്ക്ക് നമുക്ക് നേരത്തെ എടുത്ത് വെച്ച സാധനങ്ങളെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കാം. ഉള്ളി, കറിവേപ്പില, മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കുറച്ച് പൊടികൾ, മഞ്ഞൾപ്പൊടി. നമ്മൾ നേരത്തെ അതിലിട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി, അപ്പോൾ കുറച്ച് ഇട്ടാൽ മതി മഞ്ഞൾപ്പൊടി. അതുപോലെ തന്നെ മുളക് പൊടി. പൊടികളൊക്കെ നേരത്തെ ഓൾറെഡി ചൂടാക്കി വെച്ചിട്ടുള്ളതാണ്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുറച്ച് കുരുമുളക് പൊടിയുടെ, കുറച്ച് ഉപ്പ്, കുറച്ച് ഗരം മസാല, ഇതെല്ലാമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന ഐറ്റംസ് എല്ലാം കൂടെ നമുക്ക് തട്ടി കൊടുക്കാം. അതിൽ നമ്മൾ തേങ്ങ കൊത്തൂടി ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നേരത്തെ അത് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഒന്ന് തട്ടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു 2 വിസിലും കൂടെ കേൾക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വയ്ക്കാം. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമുക്കിതിനെ ഒരു 2 വിസിൽ കേൾക്കാൻ വേണ്ടിയിട്ട് ഗ്യാസിലൊന്ന് വെച്ച് എടുക്കാം. അപ്പോൾ ഇത് 2 വിസിൽ കേട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമുക്കിതിനെ കുറച്ചുകൂടെ ഇതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ചുകൂടെ വറ്റിച്ച് എടുക്കാം. അതിൻ്റെ ഗ്രേവിയൊക്കെ കുറച്ചുകൂടെ വറ്റി കുറുക്കി നല്ല പാകമാക്കി എടുക്കാം. ചെറുതായിട്ട് തിള വരുന്നുണ്ട്. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ ബീഫ് കറി? നല്ലൊരു കളറും നല്ലൊരു മണവും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് കറി ഇവിടെ സെറ്റായിട്ടുണ്ട്. കറിയൊക്കെ നല്ല കുറുകി നല്ല ഇതായിട്ട് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതായിരിക്കും. ഓക്കെ, ബൈ.